വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് എൻഡ്, രണ്ടാമത്തത് ബാക്ക് എൻഡ്. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസർ എന്താണോ ഫ്രണ്ടിൽ കാണുന്നത്, ഒരു സ്ക്രീൻ, ആ ഒരു ബട്ടൺ അല്ലെങ്കിൽ സ്ക്രീൻ, അതാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് അതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി, എങ്ങനെയാണ് നമ്മളൊരു ആ ഒരു സ്ക്രീനിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു കോഡിങ് ചെയ്യുന്ന പാർട്ടാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫീൽഡാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കൂടെ ചെയ്യാൻ അറിയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് കമ്പനികൾ എപ്പോഴും ഹയർ ചെയ്യുന്നത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിനെയാണ്. കാരണം കമ്പനികൾക്ക് ഡിപ്പെൻഡൻസി ഒഴിവാക്കണം, അതേപോലെ തന്നെ മാക്സിമം ഔട്ട്കം ജനറേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിനാണ് ഡിമാൻഡ്. അതുകൊണ്ട് നിങ്ങളും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പഠിക്കുക. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടെക്നോളജി ഫോക്കസ് ചെയ്യാതെ മൾട്ടിപ്പിൾ ടെക്നോളജീസ് പഠിച്ചിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ടെക്നോളജിയിൽ മാസ്റ്റർ ആവുക. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊരു എംപ്റ്റി സ്പേസ്, ഇവിടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം പഠിക്കേണ്ടത് ലാംബ് സ്റ്റാക്കാണ്. അതെന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ HTML ആദ്യം തന്നെ തുടങ്ങുന്ന സമയത്ത് HTML നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുകയും നിങ്ങളൊരു പോസിറ്റീവ് ഇൻട്രസ്റ്റ് ഈ ഒരു ഫീൽഡിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ PHP ആദ്യം ബാക്ക് എൻഡിൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം PHP നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരുവിധം എല്ലാ ടെക്നോളജീസും എല്ലാ കൺസെപ്റ്റുകളും PHP യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ PHP സിമ്പിളാണ്, പഠിക്കാൻ വേണ്ടിയും സിമ്പിളാണ്. പിന്നീട് പൈത്തണിലേക്കോ പേളിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ആദ്യം PHP പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഏത് ടെക്നോളജിയും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. PHP ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൻ്റെ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റാക്കിനെ പറയുന്നതാണ് ലാംബ് സ്റ്റാക്ക്. അതായത് ലിനക്സ് ആയിരിക്കും കൂടുതലും സെർവർ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിനക്സിൻ്റെ ബേസിക് കമാൻഡ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിൽ അപ്പാച്ചയാണ് വെബ് സെർവർ വരുന്നത്, അപ്പാച്ചെ വെബ് സെർവർ. ഡാറ്റാബേസ് വരുന്നത് MySQL. പിന്നെ പ്രോഗ്രാമിങ്ങിൽ ലാംബ് സ്റ്റാക്കിൽ PHP ഓർ പൈത്തൺ ഓർ പേൾ ഏതെങ്കിലും ഒന്നാണ് വരിക. നമ്മളിവിടെ ഫസ്റ്റ് PHPയിൽ ഫോക്കസ് ചെയ്യാം. ലാംബ് സ്റ്റാക്ക് നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഫ്രണ്ട് എൻഡ് ഡിസൈൻ ആൻഡ് ഇൻട്രാക്ഷനിൽ HTML, CSS, JavaScript ഈ മൂന്നുമാണ് പഠിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബേസിക് യൂസർ എക്സ്പീരിയൻസ് ഡിസൈന് ഫിഗ്മ ഉപയോഗിച്ച് പഠിക്കാം. ഫിഗ്മ എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ പഠിക്കാം. അതിനുശേഷം ഈ ഒരു HTML, CSS, JavaScript കോമ്പിനേഷനുള്ള ചെറിയ ചെറിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോഴ്സ് കോഡ് നിങ്ങൾ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗിറ്റ് ഉപയോഗിക്കാം. ഗിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക്ഡൗൺ സിൻടാക്സും അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ലിനക്സ് കമാൻഡ്സും പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം CSS പഠിച്ചു കഴിഞ്ഞാൽ, ബേസിക് ആയിട്ടുള്ള CSS ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പ് അല്ലെങ്കിൽ ഫോണ്ടോസം CSS ലൈബ്രറീസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ CSS കുറച്ചുകൂടെ സ്പീഡാക്കി ചെയ്യാൻ പറ്റും. അതിനുശേഷം ഫ്രണ്ട് എൻഡ് പഠിച്ചതിന് ശേഷം ബാക്ക് എൻഡിലേക്ക് കിടക്കാം. ബാക്ക് എൻഡിൽ വരുന്ന സമയത്ത് PHP അപ്പാച്ചെയാണ് പഠിക്കുന്നത്. അപ്പാച്ചെ വെബ് സെർവറാണ്, PHP ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. PHP പഠിച്ചതിന് ശേഷം നമ്മൾ ഡാറ്റാബേസിൽ നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് ആയ MySQL ഉപയോഗിക്കാം. MySQLും PHPയും കോമ്പിനേഷനിൽ നമുക്ക് ഫ്രണ്ട് എൻഡും കൂടെ ചേർക്കുകയാണെങ്കിൽ അജാക്സ് അല്ലെങ്കിൽ ജേക്വറി ഉപയോഗിച്ചിട്ടുള്ള അജാക്സ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ഒരു കംപ്ലീറ്റ് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് പ്രോജക്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെറിയ ചെറിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്യാം. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടാസ്കുകൾ, ബഗ്, ഇഷ്യൂസ് ഒക്കെ ട്രാക്ക് ചെയ്യാനും ടാസ്ക് ട്രാക്ക് ചെയ്യാനും സ്ക്രം അല്ലെങ്കിൽ അജൈൽ മെത്തഡോളജി ഫോളോ ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകളാണ് ജിറ അല്ലെങ്കിൽ ട്രെല്ലോ അല്ലെങ്കിൽ ക്ലിക്കപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതേ കോമ്പിനേഷനിൽ തന്നെ പ്രോജക്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റേഷനൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറാണ് കോൺഫ്ലുവൻസ് അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സ്. അതിനുശേഷം നമ്മൾ കോർ PHP പഠിച്ചതിന് ശേഷം PHPൻ്റെ ഫ്രെയിം വർക്കുകൾ, ബാക്ക് എൻഡ് ഫ്രെയിം വർക്കുകൾ ഏതെങ്കിലും പഠിക്കാം. അതാണ് ലാറാവൽ പഠിക്കാം. ലാറാവൽ പഠിക്കുന്ന സമയത്ത് ലാറാവലിൻ്റെ ഫ്രണ്ട് എൻഡ് മാനേജ് ചെയ്യുന്നത് ബ്ലേഡ് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാണ്. അതേപോലെ തന്നെ PHPൻ്റെ പാക്കേജ് മാനേജറായ കമ്പോസർ പഠിക്കാം. എങ്ങനെയാണ് തേർഡ് പാർട്ടി പാക്കേജസ് നമ്മൾ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്, അതായത് വേറെ ആളുകൾ ചെയ്തു വെച്ച ചെറിയ ചെറിയ കോഡ് സ്നിപ്പറ്റ്സ് ഉണ്ടാവും, അതൊക്കെ നമ്മളെ കോഡിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കമ്പോസർ ഉപയോഗിച്ച് പഠിക്കാം. അങ്ങനെ ഒരു API ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ API നമ്മൾ പോസ്റ്റ്മാൻ അല്ലെങ്കിൽ ഹോപ്സ്കോച്ച് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം. ഹോപ്സ്കോച്ച് എന്ന് പറയുന്നത് ഒരു മലയാളം
മലയാളി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൊളാബറേറ്റീവായിട്ട് നമ്മൾ ടീമിൽ API ഡോക്യുമെൻറ്റേഷൻസ് ചെയ്യാനും അത് ടെസ്റ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മൾ ബാക്ക് എൻഡിൽ ഒരു API ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ API നമുക്ക് നേരത്തെ നമ്മൾ PHP MySQL ഉപയോഗിച്ച സമയത്ത് നമ്മൾ മോണോലിത്ത് അപ്രോച്ചിലായിരുന്നു, അതായത് ഒരു സിംഗിൾ പ്രൊജക്റ്റിലായിരുന്നു നമ്മൾ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തത്. പിന്നീട് അത് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് ബാക്ക് എൻഡ് സെപ്പറേറ്റ് API ആയിട്ടും ഫ്രണ്ട് എൻഡ് സെപ്പറേറ്റ് സിംഗിൾ പേജ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ലാറാവലിലെ കോമ്പിനേഷൻ എന്ന് പറയുന്ന Vue.js ആണ്. Vue.js ഫ്രെയിംവർക്ക് ഉപയോഗിക്കാം, ഫ്രണ്ട് എൻഡിൻ്റെ ഫ്രെയിംവർക്കാണ്. അങ്ങനെ Vue.js ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോഡ് പാക്കേജ് മാനേജർ, അതായത് NPM ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കേണ്ടി വരും. അതിന് കൂടെ തന്നെ സ്റ്റാറ്റിക് ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ എന്ന് പറയുന്ന ലൂസ്ലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. അത് സ്റ്റാറ്റിക് ടൈപ്പിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ബേസിക്സ് പഠിക്കാം. അതിനുശേഷം Vue.jsൽ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത് Vuex അല്ലെങ്കിൽ Pinia എന്ന് പറയുന്ന പാക്കേജ് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ Vue.js വെച്ചുണ്ടാക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത് വെബ്പാക്ക് അല്ലെങ്കിൽ പാർസൽ ഉപയോഗിച്ചിട്ടാണ്. ഇതേപോലെ തന്നെ നമ്മൾ CSS ഉപയോഗിക്കുന്ന സമയത്ത് CSSൻ്റെ പ്രീ പ്രോസസ്സറായ SAS അല്ലെങ്കിൽ SCSS ഉപയോഗിക്കാം. ആ സമയത്ത് നമുക്ക് CSSലെ ഫങ്ഷൻസ്, ഒരുപാട് വേരിയബിൾസ്, കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി കിട്ടും. നമുക്ക് Vue.js സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ഫ്രണ്ട്ലി അല്ല, അതായത് SEO ഫ്രണ്ട്ലി അല്ല. അപ്പോൾ SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള Vue.js ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ Next.js ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ മാനുവലി ടെസ്റ്റ് ചെയ്തു, നിങ്ങൾ APIs പോസ്റ്റ്മാൻ അല്ലെങ്കിൽ ഹോപ്സ്കോച്ച് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട് എൻഡ് APIയും രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻഡ് ടു എൻഡ് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് Cypress.js ഉപയോഗിക്കാം. Cypress ഉപയോഗിച്ച് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യാം. ടെസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ നമുക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. സെർവറിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് ഓട്ടോമേഷൻ ചെയ്യാൻ മാനുവലായിട്ട് നമുക്ക് ചെയ്യാം. ഒരു സെർവറിലേക്ക് ഡിപ്ലോയ് ചെയ്യാം. അത് മാനുവൽ അല്ലാതെ ഓട്ടോമേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ടീമൊക്കെ നമ്മൾ ഒരു കമ്മിറ്റ്, നമ്മൾ കോഡ് നമ്മൾ ഗിറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി വെരിഫൈ ടെസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് ആ ഒരു കോഡ് നമ്മൾ സെർവറിലേക്ക് ഡിപ്ലോയ്മെൻ്റ് ആവണം. അതിന് വേണ്ടിയിട്ട് ജെൻകിൻസ് ഉപയോഗിക്കാം. ജെൻകിൻസ് ഡെവോപ്സിൻ്റെ ഓട്ടോമേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ജെൻകിൻസ്. അങ്ങനെ ഡെവോപ്സ് നമുക്ക് ഏതെങ്കിലും ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാം. ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ AWS, Azure, Google, GCP അങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള AWSലേക്ക് എങ്ങനെ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിൽ AWSൽ തന്നെ നമ്മൾ ഡാറ്റാബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് AWS RDS ആണ്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്യുന്നത് AWS S3 ക്ലൗഡ് ഫ്രണ്ട്. ഈ രണ്ട് സർവീസസ് ആണ്. AWSലുള്ള ഈ രണ്ട് സർവീസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് എൻഡ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ APIs ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് എൻഡ് PHPൻ്റെ ലാറാവലിൻ്റെ APIs അല്ലെങ്കിൽ വേർഡ്പ്രസ്, നമുക്ക് CMS ആയിട്ട് വേർഡ്പ്രസ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വേർഡ്പ്രസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AWSൻ്റെ EC2 സെർവർ ഉപയോഗിക്കാം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്റ്റാക്ക്, ലാം സ്റ്റാക്ക്, ഒരു ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് അതിൻ്റെ കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് ഇതിൽ തന്നെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. പക്ഷേ നിങ്ങൾ അവിടെ നിർത്തരുത്. വീണ്ടും അടുത്ത സ്റ്റാക്കിലും കൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഏതെങ്കിലും ഒരു സ്റ്റാക്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബട്ട് ഓപ്ഷണലായിട്ട് നിങ്ങൾ ഒന്നിലധികം സ്റ്റാക്കുകൾ പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ഈ ഒരു സ്റ്റാക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് MERN സ്റ്റാക്കിലേക്ക് പോകാം. MERN സ്റ്റാക്ക് എന്ന് പറയുന്നത് M4, MongoDB, Express.js, React, Node.js. അപ്പോൾ അതിൽ Node.js ആണ് ബാക്ക് എൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. Node.js ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു സബ്സെറ്റാണ്. Node.jsൻ്റെ തന്നെ ബാക്ക് എൻഡ് ഫ്രെയിംവർക്കാണ് Express.js അല്ലെങ്കിൽ കോവ അല്ലെങ്കിൽ ഹാപ്പി. ഈ ഒരു ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് REST APIs ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ Node.jsൻ്റെ വേറൊരു ഫ്രെയിംവർക്കാണ് Nest.js എന്ന് പറയുന്നത്. ഒരു ഫുൾ സ്റ്റാക്ക് ഫ്രെയിംവർക്ക് എന്ന് പറയാം Nest.jsനെ. അത് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Electron.js ഉപയോഗിക്കാം. Electron.js ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻ അല്ല, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ Node.js ഉപയോഗിക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം കോമ്പിനേഷൻ എന്ന് പറയുന്നത് NoSQL ഡാറ്റാബേസ് ആയിരിക്കും. നമുക്ക് SQL ഡാറ്റാബേസ് ആയ MySQL ഒക്കെ ഉപയോഗിക്കാം. ഏത് ഡാറ്റാബേസും ഉപയോഗിക്കാം. MongoDB ആണ് NoSQL ആയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ MongoDBൻ്റെ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഡാറ്റാബേസുകളുണ്ട്. പിന്നെ ഡൈനാമിക് API ക്വറീസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് GraphQL ഉപയോഗിക്കാം.
പിന്നീട് നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് വരുന്ന സമയത്ത് MERN സ്റ്റാക്കിൻ്റെ ഫ്രണ്ട് എൻഡിലേക്ക് വരുന്ന സമയത്ത് റിയാക്ട് ആണ് ഫ്രെയിംവർക്ക് കോമ്പിനേഷൻ. മെറ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കമ്പനിയുടെ റിയാക്ട് ഫ്രെയിംവർക്കാണ് അവിടെ ഒരു കോമ്പിനേഷൻ വരുന്നത്. റിയാക്റ്റിൽ CSSഉം JSXും ഉപയോഗിച്ചിട്ടുള്ള കമ്പോണൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൈൽഡ് കമ്പോണൻസ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത കമ്പോണൻസ്, അതായത് ഓരോ പാർട്ട് നമ്മൾ സ്ക്രീനിൽ വരുന്ന ഓരോ പാർട്ട് നമ്മൾ കമ്പോണൻസ് ആയിട്ട് തിരിക്കും. ആ കമ്പോണൻസിനെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറി ബുക്ക് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാം. നമ്മൾ APIs ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മാനും ഹോപ്സ്കോച്ചും ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ടൂളാണ്, ഓപ്പൺ സോഴ്സ് ടൂളാണ് Swagger UI എന്ന് പറയുന്നത്. പിന്നീട് റിയാക്റ്റിൽ സ്റ്റേറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് റിഡക്സ് ഉപയോഗിക്കാം. റിഡക്സിൻ്റെ കോമ്പിനേഷനായ മിഡിൽ വെയർസിലേക്ക് വരുമ്പോൾ റിഡക്സ് തങ്ക് അല്ലെങ്കിൽ റിഡക്സ് സാഗ ഉപയോഗിക്കാം. പിന്നെ റിയാക്റ്റിൻ്റെ ഒരു സെർവർ സൈഡ് റെൻഡറിങ് ഫ്രെയിംവർക്കാണ് Next.js എന്ന് പറയുന്നത്. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയാക്റ്റ് എന്ന് വരുന്ന ആളാണ്, നിങ്ങൾ റിയാക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെങ്കിൽ റിയാക്ട് നേറ്റീവ് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിയാക്റ്റ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ട് നേറ്റീവ് കൂടെ നിങ്ങൾക്ക് ഒന്ന് പഠിച്ചിരിക്കണം. അതിനുശേഷം കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലട്ടർ കൂടെ പഠിക്കാം, ഗൂഗിളിൻ്റെ ഫ്ലട്ടർ കൂടെ പഠിക്കാം. ഈ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ആപ്പ് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അല്ലെങ്കിൽ മാക്കിലുള്ള എക്സ്കോഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഡെവോപ്സ് സൈഡിൽ വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സർവീസുകൾ നോക്കി. അതിനെ കൂടാതെ ഇവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ സർവീസസ് ഉപയോഗിക്കാം. ഡൊമൈൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വെബ്സൈറ്റിൻ്റെ ഡൊമൈനൊക്കെ പർച്ചേസ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് AWSൻ്റെ റൂട്ട് 53 എന്ന് പറയുന്ന സർവീസ് ഉപയോഗിക്കാം. അതേപോലെ നോട്ടിഫിക്കേഷൻസ്, മൊബൈൽ ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് AWS SNS ഉപയോഗിക്കാം. ഇമെയിൽ അല്ലെങ്കിൽ SMS ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട് AWS SES സിമ്പിൾ ഇമെയിൽ സർവീസ് അല്ലെങ്കിൽ മെയിൽ ചിമ്പ് അല്ലെങ്കിൽ ട്രിലിയോ ഒക്കെ ഉപയോഗിക്കാം. AWS SNS എന്ന് പറയുന്നത് സിമ്പിൾ നോട്ടിഫിക്കേഷൻ സർവീസ്. പിന്നെ അതേപോലെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, നമ്മളുടെ APIs സെർവറൊക്കെ ഗേറ്റ് വേ സെക്യൂരിറ്റി ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് AWS VPC ഉപയോഗിക്കാം അല്ലെങ്കിൽ AWS ഗേറ്റ് വേ ഉപയോഗിക്കാം. ഇതാണ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറുടെ ഒരു റോഡ് മാപ്പ്, ഒരു ആക്ച്വൽ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇത്രയും ടെക്നോളജീസ് നിങ്ങൾ ആദ്യം തന്നെ പഠിക്കണമെന്നില്ല. നിങ്ങൾ ഒരു ജോലിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും ടെക്നോളജീസ് കംപ്ലീറ്റ് ചെയ്യണം നിർബന്ധമല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു കോമ്പിനേഷൻ, നിങ്ങളൊരു ആപ്പിൻ്റെ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഡാറ്റാബേസ് ടെസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ക്യാപ്പബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാം. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ രീതിയിലേക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു വരണം. ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ പെയ്ഡ് സാലറിയും കിട്ടും. ഏതൊരു കമ്പനി നഷ്ടത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾ ലേ ഓഫ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അടുത്ത കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും.